സൗദിയാണ് ഇപ്പോൾ താരം. ഇസ്രായേലും സൗദിയും നന്നായി പോയാൽ പശ്ചിമേഷ്യയിൽ വളരെ നന്നായിട്ടുള്ള സമാധാനം ഉടലെടുക്കും എന്നാണ് ട്രംപിൻ്റെ നിരീക്ഷണം. അതിന് പ്രധാനമായി പറയുന്ന കാര്യം നിയോം സിറ്റി അതുപോലെ തന്നെ വലിയ പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഭംഗിയായി കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ പിന്തുണ അത്യാവശ്യമാണ്. സൗദി ആകട്ടെ അതിനൊരു മിണ്ടാട്ടമില്ല. അതിന് പ്രത്യേകം കാരണമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ കാരണമുണ്ട്. ഇറാനെ പേടിയാണ് സൗദിക്ക്. അതുകൊണ്ടാണ് സൗദിയും ഇറാനും കൂടി ഒന്നുകൂടിയും അടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ ഇറാൻ പറഞ്ഞു, നിങ്ങളുടെ നയങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അഥവാ ഇറാൻ ഈ ബന്ധത്തെ സ്വീകരിക്കണമെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കണം. അവിടെയാണ് ഇപ്പോൾ ഉടഞ്ഞു നിൽക്കുന്നത്. ഈ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് സഹകരിക്കാൻ ഓക്കെയാണ്. പക്ഷേ ഇറാൻ ആകട്ടെ സൗദിയോട് പറയുന്നത്, നിങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന രൂപത്തിൽ മുന്നോട്ട് പോകരുത്. ഇപ്പോഴുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ആവിഷ്കരിക്കണം, അല്ലെങ്കിൽ വിചിന്തനം നടത്തണം. അല്ല എങ്കിൽ ഇറാനായിട്ട് തന്നെ നടന്നോളും, അല്ലെങ്കിൽ നമ്മളാരും പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്നുള്ളതാണ്. ഇറാൻ അത് നേരത്തെ കണ്ടു തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഈ മറുപടിയിൽ നിന്നും. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ നമ്പർ 1 രാജ്യമായി വളർന്നു വരുന്നതിനെ തടയിടാൻ ഒരു ട്രംപിൻ്റെ ഒരു കളി സൗദിയിലൂടെ ഒന്ന് നോക്കിയതാണ്. പക്ഷേ ഇറാൻ നേരത്തെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ട്രംപിനെ തള്ളിപ്പറയാതെ ഇസ്രായേലിന് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു, നിങ്ങൾ ഇസ്രായേലുമായിട്ട് യാതൊരുവിധ ബന്ധം ഉണ്ടാകരുത്. പിന്നെ അവരുമായി സഹകരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കുറേയും കൂടിയും കണിശത പുലർത്തണം. അതാരെക്കുറിച്ചായിരിക്കും? ട്രംപിനെക്കുറിച്ചായിരിക്കും. ആ 2 വാക്കിൽ സൗദി ഗവൺമെൻറ് തൽക്കാലം ഒരു ചർച്ച അവസാനിപ്പിക്കുകയാണ്. ആലോചിക്കാമെന്ന് പോലും പറയാൻ കഴിയാതെ ഒരു ഇളിഭ്യനായിട്ട് നിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആ ഫോട്ടോ കാണുന്നുണ്ടാവും. എന്താ അതിൻ്റെയൊക്കെ രഹസ്യമെന്ന് ചോദിക്കുമ്പം ട്രംപാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ പ്രത്യക്ഷത്തിൽ ട്രംപിനെ അത്ര കാര്യങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ട്രംപിൻ്റെ ആളുകളും കൃത്യമായി ഇടപഴകിക്കൊണ്ടാണ് ഈ സൗദി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വലിയ രൂപത്തിൽ ഇറാനുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ശ്രമിപ്പിച്ചത്. പക്ഷേ ഇറാൻ ആ ശ്രമങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചർച്ചയ്ക്കിരിക്കുകയും ചർച്ചയ്ക്കിരുന്ന് പുരോഗമന ചർച്ചയിൽ അവസാന ഘട്ടം മുന്നോട്ട് വെച്ച ഒരു 2 ഡിമാൻഡ്സ്. ഒന്ന്, ഇസ്രായേലുമായിട്ട് നിങ്ങൾ ബന്ധം വിച്ഛേദിക്കണം. അതുമായി സഹകരിക്കുന്ന രാജ്യമായി സഹകരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ പുനരാവിഷ്കരിക്കണം. കാരണം അത്ര കണ്ട് കൈമേ മറന്നുകൊണ്ടിട്ടുള്ളൊരു സഹകരണം ആ നാട്ടുകാരായി ആ രാജ്യക്കാരോടും പാടില്ല. ഇത് ഒന്ന് ചൂണ്ടിയത് ട്രംപിനോടാണ്, 2 യൂറോപ്യൻ കൺട്രികളോടാണ്. ഇത് രണ്ടും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ളതിനെ സൗദിക്ക് സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള കൺട്രികളാണ്. അമേരിക്ക ആകട്ടെ അതിലേറെ ഇൻവെസ്റ്റ്മെൻറ്റ് സൗദി നടത്തിയിട്ടുണ്ട്. ഈ 2നെയും വിട്ടുകഴിഞ്ഞാൽ ആ രാജ്യം താഴെ പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ആ കളി കളിപ്പിച്ചു. അവസാനം ഒന്നിനും പറ്റാതെ അവിടെയും ഇറാൻ വിജയിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന രംഗം നമ്മളൊക്കെ വിദേശ മാധ്യമങ്ങളിൽ കണ്ടു. എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കാൻ സൗദിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ട് വിട്ട ട്രംപ് ഇപ്പോൾ ആ വർക്ക് വലിയ രൂപത്തിൽ പരാജയപ്പെട്ടു എന്ന സങ്കടത്തിലും കൂടിയാണ്. ഇനി നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയാം. സൗദി ഗവൺമെൻറ് ഈ അമേരിക്കയുടെ പാവ സർക്കാരാണെന്ന് പറഞ്ഞാൽ അധികം തെറ്റൊന്നും വരില്ല. ഇസ്രായേലിൻ്റെ സന്തത സഹചാരി എന്ന് പറയുന്നതിലും തെറ്റാകാൻ സാധ്യതയില്ല. കാരണം ഈ ഗസയിലുള്ള ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നത് സൗദി ഗവൺമെൻറ്റാണ് പരോക്ഷമായിട്ട്. അതിന് പ്രധാനമായൊരു കാരണമുണ്ട്. അവിടെ 125 കൊല്ലം കുഴിച്ചെടുക്കാൻ പാകത്തിലുള്ള ക്രൂഡ് ഓയിൽ ഡെപ്പോസിറ്റ്, ഗ്യാസ് ഉൾപ്പെടെയുള്ളത് ഗാസയുടെ അതിർത്തിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു ആധിപത്യം എക്കാലവും സ്ഥാപിച്ചെടുക്കാനും ഒരു മുന്നോട്ട് കൊണ്ടുപോക്കും സൗദിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിനെ ആരെങ്കിലും കുഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പങ്കാളിത്തം നമുക്കും ഉണ്ടാകണം. തൽക്കാലം ഉണ്ടാതിരിക്കാം എന്ന രീതിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ എങ്ങനെ പെരുമാറുമെന്നുള്ളതും അറിയില്ല. സൗദി മനസ്സിലാക്കുന്നത് ഇനിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ചിലപ്പം അമേരിക്കയേക്കാൾ ഉപരി ഈ സൗദിക്കായിരിക്കും എന്നുള്ളതാണ്. കാരണം ഖത്തറിനെ അല്പം ഒന്ന് പേടിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി സൗദി ഒന്ന് നന്നായി പേടിപ്പിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ആ ആഗ്രഹം എപ്പം നടക്കും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇനിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ സൗദി ഗവൺമെൻറ്റിൻ്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇറാൻ അവരടിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ല. ശേഷം ഓരോ യുദ്ധ വിദഗ്ധരും പറയുന്ന കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ കാര്യങ്ങൾ പിടിയിട്ടുന്ന ഇത്രയേ ഉള്ളൂ.
ഇനി ഇസ്രായേലിൻ്റെ പതനത്തോടുകൂടെ അല്ലാതെ സൗദിക്കും നല്ല രീതിക്ക് ഉറക്കം വരില്ല എന്നാണ് ചുരുക്കം. കാരണം ഇറാൻ അവിടെ നല്ല രീതിക്ക് പവർഫുള്ളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലിനും അതേപോലെ പരോക്ഷമായിട്ട് സൗദിക്കും അത് വലിയ ഭീഷണിയാണ്. ആ ഭീഷണി സൗദി ഗവൺമെൻറ് തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും പക്ഷേ അമേരിക്ക അതങ്ങനെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാനാകട്ടെ അതിനേക്കാൾ ഉപരി വലിയ രൂപത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ടുള്ള ഇടപാട് നടത്താൻ ഏറ്റവും ഈ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ചർച്ചയിൽ നല്ല ഒരു കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ ഇന്നിപ്പോൾ ഖത്തറിന് സാധിക്കുന്നുള്ളൂ. ഖത്തറുമായിട്ട് സഹകരിക്കാൻ ഇറാൻ ഇപ്പോൾ റെഡിയുമാണെന്നാണ് അറിയുന്നത്. ആ ഖത്തറിൻ്റെ ആ പരോക്ഷമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഖത്തർ ഇറാന് വേണ്ടപ്പെട്ട രാജ്യമാണെന്ന് അന്ന് ബോംബിടുന്ന സമയത്ത് പോലും പറഞ്ഞിട്ടാണ് ബോംബിടുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തർ ആ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് വരുമെന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും ഖത്തറിനെ കൂട്ടാതെ ആ സൗദി കൊണ്ടുപോയ ചർച്ചകളൊക്കെ ഇപ്പോൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. സൗദി ഇറാനുമായിട്ട് നല്ല രീതിക്ക് പോകാൻ കഴിയില്ല എന്നുള്ളിടത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് കാരണം പ്രധാനപ്പെട്ടത് ഒന്ന്, അമേരിക്കയോട് സഹകരിക്കരുത്, ഇസ്രായേലിനോട് തീരെ ബന്ധം ഉണ്ടാകരുത്. ഈ പറച്ചിൽ ആ സൗദിയെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് രസിച്ചില്ല. ഇനി ആ ലോകത്ത് തന്നെ നല്ല രീതിക്ക് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുള്ളൂ. ഖത്തറാകട്ടെ സൗദിയോട് അത്ര കണ്ട് രസിച്ചിട്ടുമല്ല മുന്നോട്ട് പോകുന്നത്. ഉള്ളിക്കൂടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചാൽ തന്നെ പുതിയ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. കാരണം UAEയും അത് എൻ്റെ എമിറേറ്റ്സും കൂടിയിട്ട് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള ഖത്തറിനോടാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ UAE പറയുന്ന അല്ലെങ്കിൽ ആ എമിറേറ്റ്സുകളൊക്കെ പറയുന്നത് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇത് തലതൊട്ടപ്പൻ എന്നുള്ള പേരിൽ ഇരിക്കുക എന്നല്ലാതെ സൗദി അത്ര കണ്ട് പുറം നാട്ടുകാരായിട്ടുള്ള സഹോദര രാജ്യങ്ങളോട് അത്ര കണ്ട് രസത്തിലല്ല എന്നതുകൂടി മനസ്സിലാക്കുമ്പം ഏറ്റവും നന്നായിട്ട് അനുകൂലമായിട്ടുള്ള വിധി വരിക ഇറാനിനെ സംബന്ധിച്ചിടത്തോളമായി ഖത്തർ അല്ല ഈ സൗദി അവിടെയും ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഖത്തറിൻ്റെ എതിർകക്ഷിയായിട്ടാണ് പലപ്പോഴും സൗദി രംഗപ്രവേശനം ചെയ്യാറുള്ളത്. ഈ സൗദിയാണ് ഇപ്പോൾ ഈ ഖത്തറിനെ പിടിച്ച് ഇറാനെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. തത്വത്തിൽ നമുക്ക് പറയാം ശരിക്കും ഇപ്പം വിറച്ചുകൊണ്ടിരിക്കുന്നത് സൗദി ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് യമനിലെ യുദ്ധത്തിൽ പോലും പരാജയപ്പെട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്. STC എന്ന് പറയുന്ന ഒരു സംഘടന, അവിടെ പ്രോക്സി സംഘടന അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിൽ സൗദി സൈന്യം ഒരുപാടെണ്ണം, പ്രോക്സി സൈന്യം ഒരുപാടെണ്ണം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനൊന്നും സൗദി ഒരൊന്നും പറയാതെ തൽക്കാലം നമ്മളിങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള കണ്ടീഷനിൽ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒട്ടനവധിയുണ്ട്. അവിടെയാണ് ഇപ്പോൾ സൗദിയും ഇറാനും ഇസ്രായേലും അമേരിക്കയും എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇടപെട്ട് പരിഹരിക്കാൻ ഖത്തറിന് സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഖത്തറിന് സാധിക്കേണ്ടതാണ്. പക്ഷേ ഇറാൻ അതിൻ്റേതായ മാനദണ്ഡത്തോടു കൂടെയുള്ള ചർച്ചകൾക്ക് മുന്നോട്ട് വരികയുള്ളൂ എന്നുള്ളത് തീർത്തും ഖത്തറിന് അറിയുന്നത് കൊണ്ട് തന്നെ അതത്ര കണ്ട് വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എങ്ങനെയാണെങ്കിലും യുദ്ധം അപകടമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.